കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിലെ സംഘർഷം. ഈ സംഘർഷം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തന്നെ അവിടെ ഈ ലഹരി ഉപയോഗമൊക്കെ കൂടുതലാണ്. അപ്പം ലഹരി ഉപയോഗം തടയാനായി രാത്രി കാലങ്ങളിലുള്ള ഈ കടകളൊക്കെ ലേറ്റായിട്ടും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ തട്ടുകടകൾ രാത്രി 10 മണിക്ക് ശേഷവും പ്രവർത്തിക്കുന്നതിനിടയിൽ അവിടെ സംഘർഷമൊക്കെ നടക്കുന്നുണ്ട്. തുടർച്ചയായ 4-ാം ദിവസവും അവിടെ സംഘർഷമൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാത്രി കാലങ്ങളിൽ ലഹരി സംഘങ്ങൾ റോഡ് താവളമാക്കുന്നു എന്ന ആരോപണം ഇപ്പോഴും നാട്ടുകാർ അവിടെ ഉന്നയിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് SP ഈ ഒരു സാഹചര്യത്തിൽ അവിടെ യോഗം വിളിച്ചിട്ടുണ്ട്. റോഡിലെ തട്ടുകടക്കാരും നാട്ടുകാരും തമ്മിലാണ് കഴിഞ്ഞ ദിവസം പോലും സംഘർഷമുണ്ടായത്. ദിൽഷ തിലകനാണ് വിവരങ്ങളുമായി ചേർന്നത്. ദിൽഷ, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 4 ദിവസമായിട്ട് അവിടെ സംഘർഷമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ഈ വിഷയത്തിൽ വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയിൽ എത്താനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? ഗുഡ് മോർണിംഗ് ദിൽഷ. ഗുഡ് മോർണിംഗ് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 4 ദിവസമായിട്ട് രാത്രിയിലെ വ്യാപാരികളും നാട്ടുകാരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം കോവൂര് ഇരിങ്ങാടൻ പള്ളി പ്രദേശത്തുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് DYFI പ്രവർത്തകർ കടകളൊക്കെ അടിച്ച് തകർക്കുന്ന ഒരു കാഴ്ച. പോലീസിന് പോലും പിടിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ സംഘർഷം മുറുകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. ഏകദേശം 4 ദിവസത്തോളമായിട്ട് ഈ സംഘർഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത്. പ്രധാനമായിട്ടും നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്തെന്നാൽ ഇവിടെയൊക്കെ തന്നെ ഈ കോവൂര് ഇരിങ്ങാടൻപള്ളി ഭാഗത്ത് ഒരുപാട് കടകൾ, റോഡിന് ഇരുവശത്തുമായിട്ട് ഒരുപാട് കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കടകളിലെല്ലാം തന്നെ രാത്രിയിൽ ഒരുപാട് ആളുകൾ, ഏറെ വൈകിയും ഒരുപാട് യുവാക്കൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലഹരി സങ്കേതമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. മാത്രമല്ല ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് നിറയുന്നതും ആളുകൾ തിങ്ങി നിറങ്ങുന്നതും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം, പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് ലഹരി സങ്കേതമായി മാറുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടാണ് നാട്ടുകാർ ഇപ്പോൾ കടകൾ ഏകദേശം 10 മണിയോടുകൂടി കടകൾ അടയ്ക്കണം എന്ന് തന്നെയാണ് നാട്ടുകാർ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ വ്യാപാരികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരെല്ലാം തന്നെ വലിയ തുക മുതൽ മുടക്കിക്കൊണ്ട് ആണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. ഇവിടെ ഒരു നൈറ്റ് ലൈഫ് കൊണ്ടുവരണമെന്നാണ് വ്യാപാരികൾ ആഗ്രഹിക്കുന്നത്. എല്ലായിടത്തും തന്നെ ഇപ്പോൾ നൈറ്റ് ലൈഫുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ കോവൂര് ഇരിങ്ങാടൻപള്ളി ഭാഗത്തൊക്കെ തന്നെ ഒരു നൈറ്റ് ലൈഫ് കൊണ്ടുവരണമെന്നാണ് വ്യാപാരികൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ 10 മണിയോടുകൂടി കടകൾ അടയ്ക്കുന്ന സമയത്ത് വലിയ തോതിൽ തുക മുതൽ മുടക്കിയിട്ട് തുടങ്ങിയിരിക്കുന്ന സംരംഭങ്ങളാണ്. അപ്പോൾ 10 മണിയോടുകൂടി കടകൾ അടയ്ക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ തങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. 12 മണി വരെയെങ്കിലും കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. എന്നാൽ നാട്ടുകാർ ഇത് സമ്മതിക്കാത്ത ഒരു സാഹചര്യമാണ്. ലഹരി സങ്കേതം ആയി മാറുന്നത്. 10 മണിയോടുകൂടി തന്നെ കടകൾ അടപ്പിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ വ്യാപാരികൾക്ക് ഇത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ. ദിൽഷ പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ നൈറ്റ് ലൈഫിന് വേണ്ടിയുള്ള മുറവിളികൾ പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നൈറ്റ് ലൈഫ് ഉണ്ട്. നൈറ്റ് ലൈഫിന് വലിയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ യുവാക്കളൊക്കെ ദിൽഷ കൊടുക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ വലിയ കാശൊക്കെ മുടക്കിയൊക്കെ ചെയ്യുന്നതാണ് ഈ സംരംഭങ്ങളൊക്കെ. ലഹരി സംഘങ്ങൾ വ്യാപകമാകുന്നു എന്നൊരു കാര്യം പകൽ പോലെ സത്യമാണ്. അതൊരു വച്ച് നിൽപ്പുണ്ട്. പക്ഷേ അത് ഈ കടകളൊക്കെ 10 മണിക്ക് അടച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട് ഒരു നൈറ്റ് ലൈഫിലേക്ക് പോകുന്നതിനെയൊക്കെ പെട്ടെന്ന് അതിനെ ഇല്ലാതാക്കണമോ, അതോ ഈ ലഹരി എന്നൊരു വിപത്തിനെ മറ്റു മാർഗങ്ങളിലൂടെ എങ്ങനെ നമുക്ക് ഒരു നാടിനെ ഇല്ലാതാക്കാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ വളരെ വിശദമായി തന്നെ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ യോഗത്തിൽ ഒരു നല്ലൊരു തീരുമാനം അവിടെ ഉരുത്തിരിയും. 2 പേർക്കും സ്വീകാര്യമാകുന്ന ഒരു നിലപാട് അവിടെ ഉരുത്തിരിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.